നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കലാപം നടത്തി ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ ശ്രമമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഡൽഹിയിൽ നടക്കുന്നത് ജനാധിപത്യ സമരമല്ലെന്നും ഗറില്ല മോഡൽ നിയമവ്യവസ്ഥയെയും നീതിന്യായ സംവിധാനത്തെയും തകിടം മറിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയെന്നും PK കൃഷ്ണദാസ്. കോൺഗ്രസിന്റെ ജനാധിപത്യ അക്രമ നിലപാടിനെതിരെ പാലക്കാട് BJPയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും. പിൻവാതിൽ നിയമനം സർവീസിൽ തുടരുന്നത് 1,00,000 പേരെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ. KS ആൻഡ് SSR പാർട്ട് 2 ചട്ടങ്ങൾ UGC മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചാണ് നിയമനങ്ങൾ നടന്നതെന്നും ആരോപണം. ഇക്കാര്യത്തിൽ സാമൂഹ്യ നീതി ഉറപ്പുവരുത്തി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രവർത്തക യോഗം. ഉൾനാടൻ ഗ്രാമീണ മത്സ്യകൃഷിയെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. മത്സ്യകൃഷി കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണെന്ന തിരിച്ചറിവ് സർക്കാരിന് വേണമെന്നും TK അച്യുതൻ. മത്സ്യകൃഷി വിപുലീകരിക്കാൻ കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നിലവിലുള്ളതെന്നും ആക്ഷേപം. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. സംസ്ഥാന ജൂനിയർ ഗേൾസ് ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലക്കാട്ട് വേദിയാകുന്നു. മത്സരങ്ങൾ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ നൂറണി ടർഫ് മൈതാനത്ത്. 14 ജില്ലാ ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. വാർത്തകൾ വിശദമായി. കലാപം നടത്തി ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ ശ്രമമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. ഡൽഹിയിൽ നടക്കുന്നത് ജനാധിപത്യ സമരമല്ലെന്നും ഗറില്ല മോഡലിൽ നിയമവ്യവസ്ഥയെയും നീതിന്യായ സംവിധാനത്തെയും തകിടം മറിക്കാനാണ് കോൺഗ്രസ് പദ്ധതിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കോൺഗ്രസിൻ്റെ ജനാധിപത്യ അക്രമ നിലപാടിനെതിരെ പാലക്കാട് സംഘടിപ്പിച്ച റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK കൃഷ്ണദാസ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ വേണുഗോപാൽ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള BJPയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ ശിവദാസൻ, 100% കുറ്റമറ്റ രീതിയിൽ ചോദ്യപേപ്പർ ചോർന്നതുകൊണ്ട് രണ്ടാമതൊരു പരീക്ഷ നടത്താൻ തീരുമാനിച്ചു. ആ പരീക്ഷ നടത്തി പ്രിയമുള്ളവരെ, ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യയുടെ പ്രതിരോധ സേനകൾ, വ്യോമസേന, കരസേന, അതുപോലെ ആഭ്യന്തര വകുപ്പ്, BSFും CISFും, ഇതുപോലെ ഇന്ത്യൻ റെയിൽവേ, ഇവർ ഈ വകുപ്പുകളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ടാണ് രണ്ടാമത്തെ നീറ്റ് പരീക്ഷ നടത്തിയത്. അതിന്റെ റിസൾട്ട് വന്നു, റാങ്ക് ലിസ്റ്റ് വന്നു, മാർക്ക് ലിസ്റ്റ് വന്നു. ഇതാ വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ അഡ്മിഷൻ. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം K ശിവദാസ്, മധ്യമേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ EP നന്ദകുമാർ, B മനോജ്, ബാബു പുക്കാട്ടി എന്നിവർ പ്രസംഗിച്ചു. നഗരത്തിൽ നടന്ന റാലിക്ക് നേതാക്കളായ KV ജയൻ മാസ്റ്റർ, CS ദാസ്, VB മുരളീധരൻ, AP പ്രസാദ്, MP സതീഷ് കുമാർ, N മണികണ്ഠൻ, ഗോപി പൂവക്കോട്, K പ്രസാദ്, K പ്രമോദ് കുമാർ, സുമേഷ് മണ്ണാർക്കാട്, P സത്യഭാമ, സുമാ ബാബു, രശ്മി ബൈജു, രാജേഷ് വെള്ളോത്ത് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിൻവാതിൽ നിയമനം സർവീസിൽ തുടരുന്നത് 1,00,000-ലധികം പേരെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ. KS ആൻഡ് SSR പാർട്ട് 2 14 മുതൽ 17 വരെയുള്ള ചട്ടങ്ങൾ UGC മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചാണ് നിയമനങ്ങൾ നടന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇക്കാര്യത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്തി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പാലക്കാട് സംഘടിപ്പിച്ച ജില്ലാ പ്രവർത്തക യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് യൂണിവേഴ്സിറ്റികൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വയംഭരണ സ്ഥാപനങ്ങൾ, KSRTC സെക്യൂരിറ്റി വിഭാഗം തുടങ്ങിയവയിലെ ദിവസവേതനക്കാർ, കരാർ ജീവനക്കാർ തുടങ്ങി 1,00,000-ലധികം പേരാണ് സംവരണ മാനദണ്ഡം പോലും പാലിക്കാതെ പിൻവാതിൽ നിയമനത്തിലൂടെ ജോലി തുടരുന്നത്. KS ആൻഡ് SSR പാർട്ട് 2 14 മുതൽ 17 വരെയുള്ള ചട്ടങ്ങൾ UGC മാനദണ്ഡങ്ങളെല്ലാം ലംഘിച്ചാണ് കേരള സർവകലാശാലയിലടക്കം 400-ലധികം താൽക്കാലിക ജീവനക്കാരുള്ളത്. ഇക്കാര്യത്തിൽ സാമൂഹ്യനീതി ഉറപ്പുവരുത്തിക്കൊണ്ട് സർക്കാർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും മെക്ക ആവശ്യപ്പെട്ടു. മേട്ടുപ്പാളയം ശിക്ഷക് സദനിൽ കൂടിയ യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് NC ഫാറൂഖ് ഉദ്ഘാടനം ചെയ്തു.
പിന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് അതിൽ നിന്നും വ്യതിചലിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. ഇന്ത്യ മതേതര ഇന്ത്യയാണ്. ആ മതേതര ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല അമുസ്ലിങ്ങൾക്കും പ്രാതിനിധ്യം നൽകണമെന്നുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും എന്താണെങ്കിലും മുസ്ലിം ലീഗിന്റെ നിലപാട് ഇതുവരെ വ്യക്തമാക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മദ്യത്തിന്റെ കാര്യം, വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിലും അത് നമ്മുടെ ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗത്തിലെ മുഖ്യമന്ത്രി വ്യക്തമാക്കി അതിന്റെ വിലകൾ വരെ നിർണ്ണയിക്കേണ്ടത്. അത് ആ വിഷയം ജനങ്ങൾക്കിടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസം വിഷയത്തിനിടയാക്കിയപ്പോൾ അദ്ദേഹം നിയമസഭ കൂടി ഇപ്പോൾ വ്യക്തമാക്കി എന്താണ്, ഞാൻ ബഡ്ജറ്റിൽ ഇത് തയ്യാറാക്കിയിട്ടുണ്ട്, അതിന്റെ വീര്യം കുറഞ്ഞത് LDF സർക്കാർ തീരുമാനമെടുത്താണ്. തുടർന്ന് ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF 92 സീറ്റോടുകൂടി ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയിരിക്കുകയാണ്. അപ്പോ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാണ്. 5 ലക്ഷം കോടി രൂപ ബാധ്യത വെച്ചിട്ടാണ് LDF അധികാരത്തിൽ നിന്ന് പോയിട്ടുള്ളത്. അതുകൊണ്ട് പല വിധത്തിലുള്ള കടങ്ങൾ വീട്ടാനുണ്ട്. ഇപ്പൊ കറണ്ട് കെട്ടിന്റെ കാര്യം തന്നെ ആണെങ്കിൽ എന്താണ് സ്ഥിതി? 4.9 രൂപ ഒരു യൂണിറ്റിന് 25 വർഷക്കാലത്തെ എഗ്രിമെന്റ് എഴുതിയിട്ടുള്ള LDF സർക്കാർ അത് 3 വർഷം UDF സർക്കാരിന്റെ ഭരണം കഴിഞ്ഞ് 10 വർഷ ഭരണകാലത്തിൽ 7 വർഷമായപ്പോൾ 10 വർഷമായപ്പോൾ അത് റദ്ദ് ചെയ്തു എന്നുള്ളതാണ്. ജില്ലാ പ്രസിഡന്റ് PA നവാസ് അധ്യക്ഷത വഹിച്ചു. കേരള മുസ്ലിം കോൺഫറൻസ് ജനറൽ കൺവീനർ AK സുൽത്താൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കോർഡിനേറ്റർ VS മുഹമ്മദ് ഇബ്രാഹിം, സംസ്ഥാന സെക്രട്ടറി K അബ്ദുറബ്ബ്, ജില്ലാ സെക്രട്ടറി C മുഹമ്മദ് ഷരീഫ്, A മുഹമ്മദ് കാസിം, TA അബ്ദുൽ സലാം, S അൻവർ ഹുസൈൻ, A അബ്ദുൾ റഹീം, C ജാൻഷാ, AY നൌഷാദ്, M അൻവർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഉൾനാടൻ ഗ്രാമീണ മത്സ്യകൃഷിയെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ പറഞ്ഞു. മത്സ്യകൃഷി കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മേഖല എന്ന തിരിച്ചറിവ് സർക്കാരിന് വേണമെന്നും TK അച്യുതൻ കൂട്ടിച്ചേർത്തു. മത്സ്യകൃഷി വിപുലീകരിക്കുന്നതിനായി കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നിലവിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU പാലക്കാട് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു TK അച്യുതൻ. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം TK അച്യുതൻ ഉദ്ഘാടനം ചെയ്തു. പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിക്കുന്നില്ല. ഏതാണ്ട് 7444 രൂപയാണ് വടക്കേ ഇന്ത്യയിലൊക്കെ ഒരു ഫാക്ടറി തൊഴിലാളിക്ക് ശമ്പളമായി കിട്ടുന്നത്. 14 മണിക്കൂർ പണിയെടുക്കണം. പരമാവധി ഉയർന്ന ശമ്പളം എന്ന് പറയുന്നത് അവരുടെ ശമ്പളം 14,000 രൂപയാണ്. മത്സ്യകൃഷിയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് കേരള സർക്കാർ സ്വീകരിക്കുന്നത്. മത്സ്യക്കുഞ്ഞുങ്ങൾ തീറ്റ എന്നിവ കിട്ടാത്ത സ്ഥിതിയാണ്. ഉൾനാടൻ മത്സ്യകൃഷി വിപുലീകരിക്കുന്നതിനായി കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നിലവിലുള്ളത്. വിത്ത് മുതൽ വിളവെടുക്കാനുള്ള വലയുൾപ്പെടെയുള്ള ഉപകരണങ്ങൾ നൽകി മത്സ്യകൃഷിയോടൊപ്പം തൊഴിൽ സംരക്ഷണം ഉൾപ്പെടെ നടപ്പിലാക്കാനാണ് കഴിഞ്ഞ സർക്കാർ തീരുമാനിച്ചതെന്നും TK അച്യുതൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് H സുൽഫീഖർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി A സമീർ ഖാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മത്സ്യ അനുബന്ധ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A സഫറുള്ള സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഹരിദാസൻ സംസാരിച്ചു. പാലക്കാട് ഫിഷ് മാർക്കറ്റ് നവീകരിക്കുക, അനുബന്ധ മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ സംരക്ഷിക്കുക, നദികളിലും കുളത്തിലും മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുക, കേരള തീരത്തെ മത്സ്യസമ്പത്ത് നഷ്ടപ്പെടുത്തുന്ന കേരള സർക്കാരിന്റെ നയം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. സംസ്ഥാന ജൂനിയർ ഗേൾസ് ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലക്കാട് വേദിയാകുന്നു. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ നൂറണി ടർഫ് മൈതാനത്താണ് മത്സരങ്ങൾ നടക്കുക. 14 ജില്ലാ ടീമുകൾ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുമെന്നും ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M ശിവകുമാർ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 14 ജില്ലാ ടീമുകൾ ടൂർണമെൻറ്റിൽ മാറ്റുരയ്ക്കുമെന്ന് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് M ശിവകുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 27 വൈകിട്ട് 4:30 ഉദ്ഘാടന മത്സരം നടക്കും. ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് TM ശശി MLA നിർവഹിക്കും. പാലക്കാട് നഗരസഭാ ചെയർമാൻ P സ്മിതേഷ് അധ്യക്ഷത വഹിക്കും. രാവിലെയും വൈകിട്ടുമായി 2 മത്സരങ്ങളാണ് ദിവസേന നടക്കുന്നത്. 4 ഗ്രൂപ്പുകളിലായി ലീഗ് അടിസ്ഥാനത്തിലും പിന്നീട് നോക്കൌട്ട് അടിസ്ഥാനത്തിലും മത്സരങ്ങൾ നടക്കും. രാവിലെ 7-നും 8:30-നും വൈകിട്ട് 3-നും 4:30-നുമാണ് മത്സരങ്ങൾ ആരംഭിക്കുക. ലാൻഡ് ലിങ്ക്സ് ആണ് ടൂർണമെന്റിന്റെ പ്രധാന പ്രായോജകർ. ഓഗസ്റ്റ് 1-ന് സെമി ഫൈനലുകളും 2-ന് ഫൈനൽ മത്സരവും നടക്കും. ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന കായിക താരങ്ങൾക്കുള്ള താമസ സൗകര്യങ്ങളെല്ലാം പാലക്കാട് വിവിധ കേന്ദ്രങ്ങളിലായി സജ്ജമാക്കി കഴിഞ്ഞതായി സംഘാടകർ അറിയിച്ചു.
ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതിനെയാണ് സംസ്ഥാന ജൂനിയർ ടീമിലേക്ക് തിരഞ്ഞെടുക്കുക എന്നും ശിവകുമാർ പറഞ്ഞു. അതിൽ പാലക്കാട് എ ഗ്രൂപ്പിനാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ 4 ഗ്രൂപ്പുകൾക്കുള്ള ടീമിൽ ഒരു ടീമിന് 3 കളികളും 3 ഗ്രൂപ്പിലുള്ള ടീമിന് ഒരു ടീമിന് 2 കളികളും വരുന്നുണ്ട്. അപ്പോൾ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഈ നേതൃത്വം നടത്തുന്ന ടൂർണമെൻറ്റിൽ വെച്ചിട്ടാണ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ഈ കേരള സ്റ്റേറ്റിനെ പ്രതിനിധീകരിക്കുന്ന ടീമിനെ സെലക്ട് ചെയ്യുന്നത്. അതിൽ സെലക്ടേഴ്സായിട്ട് ഇവിടെ ഡോക്ടർ റെജിനോൾഡ് വർഗീസ് ഫ്രം പത്തനംതിട്ട, സമാജത്തിൽ ഫ്രം മലപ്പുറം, നിഖില ടി ഫ്രം കാലിക്കറ്റ് 3 സെലക്ടേഴ്സ് ഉണ്ട്. അതിന് പുറമെ നമ്മളിവിടെ ഫിസിയോ, പിന്നെ റെഫറീസ് എല്ലാം ക്വാളിഫൈഡ് ഓഫീസർ, നാഷണൽ ഓഫീസ് വന്നിട്ട് ചെയ്യുന്ന 6 റെഫറീസാണ് ഈ പാനലിലുള്ളത്. 2-ാം തീയതിയാണ് ഇത് അവസാനത്തെ മത്സരം നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ കെ സുരേഷ് കുമാർ, പി കെ രാജീവ്, എം വത്സകുമാർ, CC പയസ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഡിവൈഫൈയുടെ ഡൽഹി ചലോ സമരസഖകൾക്ക് ഡിവൈഫൈ ജില്ലാ കമ്മിറ്റി യാത്രയപ്പ് നൽകി. ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നടന്ന യാത്രയപ്പ് സമ്മേളനം ഡിവൈഫൈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് പി കെ ഷിബി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ആർ ജയദേവൻ ക്യാപ്റ്റനായി. 20ഓളം പ്രവർത്തകരാണ് ഡൽഹിയിലെ സമരത്തിന് ഷൊർണൂരിൽ നിന്ന് യാത്രയായത്. ജില്ലാ ട്രഷറർ MA ജിതിൻ രാജ്, സംസ്ഥാന കമ്മിറ്റി അംഗം PM ആർഷോ, വൈസ് പ്രസിഡന്റുമാരായ P ശ്രീരജ്, A മുഹമ്മദ് മുനീർ, R നിഖിൽ, ജോയിന്റ് സെക്രട്ടറിമാരായ P ദിനനാഥ്, K ഷൈജു, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C രാഗേഷ് എന്നിവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നിന്ന് നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനവുമായാണ് പ്രവർത്തകർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെ വെൽഫെയർ പാർട്ടി ലക്കിടി പേരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പത്തിരിപ്പാലിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. വനിതാ പ്രവർത്തകരടക്കം നിരവധി പേർ പങ്കെടുത്തു. തുടർന്ന് നടന്ന പൊതുയോഗം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഷാക്കിർ പുലാപ്പറ്റ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത്. നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ മേഖലയെ മുഴുവനും അട്ടിമറിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിലൂടെ സംസ്ഥാനങ്ങളുടെ അധികാരത്തിലുള്ള സിലബസിനെ വരെ മാറ്റിമറിക്കുവാനുള്ള പദ്ധതികളുമായാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സിലബസ് ആര് തയ്യാറാക്കിയതാണ്? ആ സിലബസിന് എന്തൊക്കെ പോരായ്മകൾ ഉണ്ട് എങ്കിലും ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ പഠിപ്പിക്കുന്ന സിലബസാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളും ആ സിലബസ് തന്നെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. P സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. ജാഫർ പത്തിരിപ്പാല, ഉമർ ഫാറൂഖ്, ഷംസുദ്ദീൻ മാങ്കുറിശി, ഷംസുദ്ദീൻ പത്തിരിപ്പാല, ഫെൻസിയ ഷഹീർ, നജ്മുദ്ദീൻ, ഉസ്മാൻ, ഫൈസൽ, ഫെബിന, അംന, ഷമിന, സെലീന, ഷമീന, റഷീദ് ലക്കിടി, ഫഹീം, അമൽ, തൗഫീഖ്, സാലിഹ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കിഡ്നി സംബന്ധമായ രോഗം ബാധിച്ച് കിഡ്നി മാറ്റിവെക്കേണ്ട രോഗികൾക്ക് കൈത്താങ്ങായി രമേശ് പിഷാരടി MLAയുടെ സഹായ സ്വാന്തന പദ്ധതി. പ്രമുഖ സ്വകാര്യ ആശുപത്രിയായ കിംസ് അവിറ്റ്സ് ആശുപത്രിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് സംബന്ധിച്ച പ്രഖ്യാപനവും ധാരണാപത്രത്തിന്റെ കൈമാറ്റവും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ വെച്ച് രമേശ് പിഷാരടി MLAയും ആശുപത്രി അധികൃതരും ചേർന്ന് നടത്തി. പാലക്കാട് ജില്ലയിൽ ആദ്യമായി അവയവ മാറ്റ ശസ്ത്രക്രിയ നടത്തി വിജയകരമായി പൂർത്തീകരിച്ച ആശുപത്രിയാണ് കിംസ് അവിറ്റസ്. ഈ വാർത്ത MLAയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് MLA ആശുപത്രി അധികൃതരുമായി സംസാരിച്ചു. പാലക്കാട് ജില്ലയിലെ ഒട്ടനവധി രോഗികൾ അവയവ മാറ്റ ശസ്ത്രക്രിയയ്ക്കായി മറ്റു ജില്ലകളിലെയും സംസ്ഥാനത്തെയുമാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. ശസ്ത്രക്രിയ നടത്തുവാൻ താൽപ്പര്യമുള്ള രോഗികൾ പാലക്കാട് ജില്ലയിൽ തന്നെ അതിനുള്ള സൗകര്യം ഒരുക്കുന്നതോടൊപ്പം ശസ്ത്രക്രിയ ചെലവും ദാതാവിൻ്റെയും സ്വീകർത്താവിൻ്റെയും ചികിത്സാ ചെലവ് പൂർണ്ണമായും സൗജന്യമാക്കാനുള്ള MLAയുടെ ശ്രമം ഫലം കണ്ടിരിക്കുന്നു. 5 വർഷത്തിനുള്ളിൽ 50 രോഗികൾക്ക് കിഡ്നി മാറ്റിവെക്കുന്നതിനുള്ള സഹായം അനുവദിക്കുന്നതിനാണ് MLAയും കിംസ് അവിറ്റ്സ് ആശുപത്രി അധികൃതരും തമ്മിൽ ഇന്ന് ധാരണയായത്. കിംസ് അവിറ്റ്സ് ഹോസ്പിറ്റലുമായിട്ട് നടത്തിയ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടു.
പറയാൻ സാർ ഉൾപ്പെടെ അതിന്റെ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചു. സാറുമായിട്ടൊക്കെ എനിക്ക് എറണാകുളത്തുള്ള സമയം തൊട്ടേ ഉള്ള ദീർഘകാലത്തെ ഒരു ആത്മബന്ധം ഉണ്ട്. പല ഹോസ്പിറ്റലുകളുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ചെയ്യുക വഴി ഉണ്ടായ ഒരു ബന്ധമാണ്. അപ്പൊ ഇത്തരത്തിലൊരെണ്ണം പൂർണ്ണമായും ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിംഗ് പാലക്കാട് ജില്ലയിൽ വെച്ച് നടന്നു എന്നറിഞ്ഞ സാഹചര്യത്തിൽ ഇപ്പോൾ ബാക്കിയുള്ള രോഗികൾ പലപ്പോഴും കോയമ്പത്തൂരും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ ആശ്രയിക്കുന്ന ഘട്ടത്തിൽ ഇതൊരു വലിയ ചെലവുള്ള കാര്യമാണ്. പാലക്കാട് ജില്ലയിൽ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ പാലക്കാട് ഞാൻ പ്രതിനിധീകരിക്കുന്ന നിയോജക മണ്ഡലത്തിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റിംഗ് ആവശ്യമായി വരുന്ന രോഗികൾക്ക്, അങ്ങനെ വരുന്ന രോഗികളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റ് പറയുന്ന എല്ലാ ചട്ടങ്ങളും ഘട്ടങ്ങളും പാലിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ ചെലവ്, അതിന്റെ ചികിത്സ, ഡോണറുടെയും രോഗിയുടെയും ചികിത്സാ ചെലവുകൾ, ആശുപത്രിയിലെ ചെലവുകൾ, എല്ലാ കാര്യങ്ങളും സൗജന്യമായി കൊണ്ട് ഹോസ്പിറ്റൽ 50 പാലക്കാട് ജില്ലയിലെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് വരും ദിവസങ്ങളിൽ രോഗികളുടെ എണ്ണമനുസരിച്ച് ഈ പദ്ധതി വികസിപ്പിക്കാനുള്ള ശ്രമവും നടത്തുമെന്ന് MLA പറഞ്ഞു. പാലക്കാട് നിയോജകമണ്ഡലം പരിധിയിലെ സ്ഥിരതാമസക്കാർക്കാണ് ഈ സൗജന്യ പദ്ധതിയുടെ സേവനം ലഭിക്കുക. പത്രസമ്മേളനത്തിൽ രമേശ് പിഷാരടി, ഫർഹാൻ യാസിൻ, ഡയറക്ടർ ആൻഡ് CEO കിങ്സ് കേരള ക്ലസ്റ്റർ, ഡോക്ടർ നാരായണമൂർത്തി GR, ചീഫ് ട്രാൻസ്പ്ലാന്റ് സർജൻ, ഡോക്ടർ അനികേത് കാംബ്ലെ, സീനിയർ നെഫ്രോളജിസ്റ്റ്, ഡോക്ടർ സൂരജ് ശശിധരൻ, സീനിയർ നെഫ്രോളജിസ്റ്റ്, ഡോക്ടർ ലീന ജോസ്, സീനിയർ നെഫ്രോളജിസ്റ്റ്, ഡോക്ടർ മാധവി മാല, HOD ഡിപ്പാർട്ട്മെന്റ് ഓഫ് അനസ്തേഷ്യ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മനുഷ്യരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സംഘടനാ ഏരിയ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റി മനശ്ശേരിയിൽ നടത്തിയ പ്രതിഷേധ സംഗമം ഏരിയ സെക്രട്ടറി KP സുധീർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ ഇന്ത്യയിലെ കർഷകരുടെ സ്ഥിതി നമുക്കറിയാം. ഇന്ത്യയിലെ കർഷകർക്ക് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ലഭിക്കുന്നു. രാസവളത്തിന് വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. രാസവളം ലഭിക്കുന്നതിന് വേണ്ടി ആവശ്യമായിട്ട് നിരവധിയായിട്ടുള്ള നൂലാമാലകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തെ കർഷകരെ എല്ലാ തരത്തിലും തകർക്കുക ഈ കേന്ദ്ര സർക്കാരിൻ്റെ നയത്തിന്, ആ നയത്തിൻ്റെ തുടർച്ചയിലാണ് ഇപ്പോൾ അമേരിക്കയുമായി ഒരു കരാറ് ഏർപ്പെടുത്തിയത്. ഈ കരാറ് നമ്മുടെ രാജ്യത്തിൻ്റെ കാർഷിക മേഖലയിലെ ഒരു താല്പര്യത്തെയും സംരക്ഷിക്കുന്നതല്ല. ഇതുമായി ബന്ധപ്പെട്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള തീരുമാനം നമ്മുടെ നാട്ടിലെ കർഷകരെ സംരക്ഷിക്കാനുള്ളതല്ല. അതുകൊണ്ടാണ് കർഷക സംഘത്തിൻ്റെ ഇത്തരത്തിൽ ഒരു ട്രംപിൻ്റെയും നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാവിധ താല്പര്യങ്ങളും ട്രംപിന് മുന്നിൽ അടിയറ. ജോയിന്റ് സെക്രട്ടറി MV വാമനൻ അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം K കൃഷ്ണകുമാർ, മനശ്ശേരി ലോക്കൽ സെക്രട്ടറി M ഗോപാലകൃഷ്ണൻ, ഷൊർണൂർ നഗരസഭ ചെയർപേഴ്സൺ P നിർമ്മല, സംഘം ഏരിയ ജോയിന്റ് സെക്രട്ടറി P രവി, വില്ലേജ് സെക്രട്ടറി V രാംദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഷൊർണൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ പ്രകൃതി സൗഹൃദമായ വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്തു. നഗരസഭയുടെ വൈസ് ചെയർമാൻ VK അനുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 540 തൊഴിലാളികൾക്കാണ് വിതരണം നടത്തിയത്. 2025 മഹാത്മാ അയ്യങ്കാളി പുരസ്കാരം ഷൊർണൂർ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു. മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് ഷൊർണൂർ നഗരസഭയുടെ ഒരു ചടങ്ങിൽ വെച്ച് മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പങ്കെടുത്ത ഷൊർണൂർ നഗരസഭയുടെ ഒരു ചടങ്ങിൽ വെച്ച് തൊഴിലാളികൾക്ക് വാട്ടർ ബോട്ടിലുകൾ വിതരണം ചെയ്യുമെന്ന് നഗരസഭ അന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായാണ് തൊഴിലാളികൾക്കുള്ള വാട്ടർ ബോട്ടിലുകളുടെ വിതരണം ശനിയാഴ്ച രാവിലെ ഷൊർണൂർ നഗരസഭ കൗൺസിൽ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ VK അനുരാജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. 540 തൊഴിലാളികൾക്കാണ് വാട്ടർ ബോട്ടിലുകൾ നൽകിയത്. ചടങ്ങിൽ ജനപ്രതിനിധികളായ സൗമ്യ, സിന്ധു, സന്ധ്യ, രവീന്ദ്രൻ, K കൃഷ്ണകുമാർ, സെക്രട്ടറി PS രാജേഷ്, ബിബിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. DCC ജനറൽ സെക്രട്ടറിയും മുൻ നഗരസഭാ കൗൺസിലറുമായിരുന്ന അന്തരിച്ച TK ഹമീദിൻ്റെ കുളപ്പുള്ളിയിലെ വീട് മന്ത്രി OJ ജനീഷ് സന്ദർശിച്ചു. ഹമീദിൻ്റെ മകൻ TH ഫിറോസ് ബാബു അടക്കമുള്ള കുടുംബാംഗങ്ങളെ മന്ത്രി നേരിൽ കണ്ടു. നേതാക്കളായ K കൃഷ്ണകുമാർ, TK ബഷീർ,
TY ഷിഹാബുദ്ദീൻ, ആനന്ദൻ കാരക്കാട്, മറ്റു കോൺഗ്രസ് പ്രാദേശിക യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം ചിലവഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. പാലക്കാട് മെഡിക്കൽ കോളേജിൽ നിന്ന് കോങ്ങാട്ടേക്ക് അനുവദിച്ച KSRTC പ്രിയദർശിനി ബസ്സിന് കോങ്ങാട് സ്വീകരണം സംഘടിപ്പിച്ചു. സ്വീകരണ ചടങ്ങ് മന്ത്രി KA തുളസി ഉദ്ഘാടനം ചെയ്തു. നേരത്തെ GTO സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ബസ്, പിങ്ക് ബസ് ഇങ്ങോട്ട് വരിക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരാവശ്യമായിരുന്നു. പ്രത്യേകിച്ച് GTO പറയുകയായിരുന്നു, മെഡിക്കൽ കോളേജിൻ്റെ അവിടെ നിന്ന് ഈ ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ നിരവധി സ്ത്രീകളും പെൺകുട്ടികളും ഈ ബസ്സിൽ കയറി അവർക്കുള്ള വലിയ നന്ദിയും സ്നേഹവും ഒക്കെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അപ്പോൾ ഈ ഒരു ബസ്സിന്റെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാലങ്ങളായിട്ടുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ ഇവിടെ നടന്നിട്ടുള്ളത്. എല്ലാ ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതല്ല. പക്ഷേ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കർ അധ്യക്ഷത വഹിച്ചു. DTO ജോഷി ജോൺ, PS ശശികുമാർ, റിയാസ് നാലകത്ത്, ശ്രീ മഹേഷ്, പഞ്ചായത്ത് അംഗം CN ശിവദാസൻ, രവി TU, മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയും മാധവം ആയുർവേദ ആശുപത്രിയും സംയുക്തമായി ഷൊർണൂർ നഗരസഭയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പരിശോധനയ്ക്ക് പുറമെ മരുന്ന് വിതരണവും ഔഷധ കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഷൊർണൂർ മുനിസിപ്പാലിറ്റിയുടെയും 102 വർഷത്തെ ആയുർവേദ പാരമ്പര്യമുള്ള മാധവ ഫാർമസിയുടെ ആശുപത്രി വിഭാഗമായ മാധവം ആയുർവേദ ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ശനിയാഴ്ച ഷൊർണൂർ നഗരസഭാ ഓഫീസിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നഗരസഭാ വൈസ് ചെയർമാൻ VK അനുരാജ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സന്ധ്യ അധ്യക്ഷയായിരുന്നു. ജനപ്രതിനിധികളായ CK സൗമ്യ, VC സിന്ധു, VK ശ്രീകൃഷ്ണൻ എന്നിവർക്ക് പുറമെ ഡയറക്ടർ ശാന്തി ശങ്കർ, CEO PM സുധീർ, അഡ്വക്കേറ്റ് മുഹമ്മദ് സജ്മൽ ഷാ, ഡോക്ടർ ആസിഫ് അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ ദീപി ചടങ്ങിന് സ്വാഗതവും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ PS ശ്രീകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന പരിശോധനയ്ക്ക് വിവിധ വിഭാഗങ്ങളിലെ പരിചയസമ്പന്നരായ ഡോക്ടർമാരായ PS കൃഷ്ണ, ദീപ്തി സുധീർ, ആസിഫ് അമീൻ, ഷബ്ന ഷെറിൻ, MV ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ടുനിന്ന ക്യാമ്പിൽ 250ഓളം പേർ ചികിത്സ തേടി. പരിശോധനയ്ക്ക് പുറമെ സൗജന്യ മരുന്ന് വിതരണവും ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും ആയുർവേദം എത്തിക്കുകയാണ് ആശുപത്രിയുടെ ലക്ഷ്യമെന്ന് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ PS ശ്രീകൃഷ്ണൻ ചടങ്ങിൽ അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേരള സീനിയർ സിറ്റിസൺ ഫോറം കവളപ്പാറ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചു. KSCF പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സോമൻ ചാലിയിൽ ശില്പശാല ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഒറ്റപ്പെട്ടു നിൽക്കുന്ന നമ്മൾ ദുർബലരാണ്. നമ്മുടെ ശരീരത്തെ നിങ്ങൾ കോഴിക്കോട് ഭാഷയിൽ അങ്ങനെ മേലെന്നൊക്കെയാണ് പറയുക, ശരീരത്തിലേക്ക് അതിക്രമിച്ച് കയറുന്നവരെ പ്രതിരോധിക്കാൻ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് നമുക്ക് സംഘടന ശക്തമാക്കണം, വിപുലമാക്കണം. ഏതാണ്ട് ഒരു 60ഓളം പേര് ഇവിടെ കൂടിയിരിക്കുന്നുണ്ട്. അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മുടെ സംഘടന ശക്തമാക്കാൻ ഈ 60 പേരും അവനവൻ്റെ പ്രദേശത്ത് പോയി അല്ലെങ്കിൽ അവനവന് പരിചയമുള്ള മറ്റ് പ്രദേശങ്ങളിലേക്ക് പോയി നമ്മുടെ സംഘടനയുടെ ഒരു ചെറിയ യൂണിറ്റിനെ. KSCF പാലക്കാട് ജോയിന്റ് സെക്രട്ടറി CP ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. കവളപ്പാറ യൂണിറ്റ് സെക്രട്ടറി N കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കേരള സീനിയർ സിറ്റിസൺ ഫോറം ഭരണഘടനയും പ്രവർത്തനങ്ങളും എന്ന വിഷയത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം സോമൻ ചാലിൽ വിശദീകരണം നടത്തി. പിതൃത്വ വയോജന സംരക്ഷണ നിയമം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലം RDO കോടതി റീകൺസലേഷൻ ഓഫീസർ അഡ്വക്കേറ്റ് NB കേശവൻ വിശദീകരണം നടത്തി. ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ TN ജയനന്ദൻ വിശദീകരണം നടത്തി. കേരള സാമൂഹ്യനീതി വകുപ്പ് വയോജനക്ഷേമ സംവിധാനങ്ങൾ എന്നിവ വിഷയത്തിൽ ജില്ലാ കോർഡിനേറ്റർ മൂസ പട്ടാമ്പി വിശദീകരണം നടത്തി. വാർഡ് കൗൺസിലർ രാജഗോപാൽ, KSCF പാലക്കാട് പ്രതിനിധികൾ, KSCF മുനിസിപ്പൽ കമ്മിറ്റി പ്രതിനിധികൾ, യൂണിറ്റ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കവളപ്പാറ യൂണിറ്റ് ട്രഷറർ KP വിജയകുമാർ നന്ദി അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കലാപം നടത്തി ജനകീയ സർക്കാരിനെ അട്ടിമറിക്കാനാണ് ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധിമാരുടെ ശ്രമമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ഡൽഹിയിൽ നടക്കുന്നത് ജനാധിപത്യ സമരമല്ലെന്നും ഗറില്ല മോഡൽ നിയമവ്യവസ്ഥയെയും നീതിന്യായ സംവിധാനത്തെയും തകിടം മറിക്കാനാണ് കോൺഗ്രസ്
പദ്ധതിയെന്നും PK കൃഷ്ണദാസ്. കോൺഗ്രസിന്റെ ജനാധിപത്യ അക്രമ നിലപാടിനെതിരെ പാലക്കാട് BJPയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും. പിൻവാതിൽ നിയമനം സർവീസിൽ തുടരുന്നത് 1,00,000 പേരെന്ന് മുസ്ലിം എംപ്ലോയീസ് കൾച്ചറൽ അസോസിയേഷൻ. KS ആൻഡ് SSR പാർട്ട് 2 ചട്ടങ്ങൾ UGC മാനദണ്ഡങ്ങൾ എല്ലാം ലംഘിച്ചാണ് നിയമനങ്ങൾ നടന്നതെന്നും ആരോപണം. ഇക്കാര്യത്തിൽ സാമൂഹിക നീതി ഉറപ്പുവരുത്തി സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും സംഘടനാ ജില്ലാ പ്രവർത്തക യോഗം. ഉൾനാടൻ ഗ്രാമീണ മത്സ്യകൃഷിയെ ഇല്ലാതാക്കുന്ന തീരുമാനങ്ങളിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറണമെന്ന് CITU സംസ്ഥാന കമ്മിറ്റി അംഗം TK അച്യുതൻ. മത്സ്യകൃഷി കേരളത്തിന് വിദേശ നാണ്യം നേടിത്തരുന്ന മേഖലയാണെന്ന തിരിച്ചറിവ് സർക്കാരിന് വേണമെന്നും TK അച്യുതൻ. മത്സ്യകൃഷി വിപുലീകരിക്കാൻ കഴിഞ്ഞ സർക്കാർ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും അവയെ ഇല്ലാതാക്കുന്ന സമീപനമാണ് നിലവിലുള്ളതെന്നും ആക്ഷേപം. മത്സ്യത്തൊഴിലാളി യൂണിയൻ CITU ജില്ലാ സമ്മേളനം പാലക്കാട്ട്. സംസ്ഥാന ജൂനിയർ ഗേൾസ് ഇന്റർ ഡിസ്ട്രിക്ട് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിന് പാലക്കാട്ട് വേദിയാകുന്നു. മത്സരങ്ങൾ ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 2 വരെ നൂറണി ടർഫ് മൈതാനത്ത്. 14 ജില്ലാ ടീമുകൾ ടൂർണമെന്റിൽ മത്സരിക്കും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.